Thrown in at the deep end. എന്താണ് ഇതിൻ്റെ അർത്ഥം? Give it a thought. ഇത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉത്തരമറിയാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളൊരു സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രൊഫഷണൽ സ്പേസിൽ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ പല പ്രയോഗങ്ങളും കടന്നു വരാറുണ്ട്. അങ്ങനത്തെ ചില പ്രയോഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കേട്ടാൽ മനസ്സിലാക്കുകയും വേണം. അതേപോലെ എപ്പോഴെങ്കിലും നമുക്ക് ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പിന്നെ നിങ്ങളെന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് വൺ, ക്ലൈംബ് ദി കോർപ്പറേറ്റ് ലാഡർ. എന്താണ് ഈ കോർപ്പറേറ്റ് ലാഡർ? ഒരാളൊരു കമ്പനിയിൽ ഫ്രഷറായി ജോയിൻ ചെയ്യുന്നു. ആ ആൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ പതിയെ ഓരോരോ ലെവൽ മുകളിലേക്ക് കയറുന്നു. ഓരോ ടീമിനെയൊക്കെ ലീഡ് ചെയ്യാൻ തുടങ്ങുന്നു. മാനേജർ ആവുന്നു, സീനിയർ മാനേജർ ആവുന്നു, ഡയറക്ടർ ആവുന്നു, VP ആവുന്നു, ചിലപ്പോൾ CEO വരെ ആവുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ക്ലൈംബിംഗ് ദ കോർപ്പറേറ്റ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ലാഡറിൻ്റെ ഓരോരോ പടികൾ ചവിട്ടി പതിയെ മുകളിലേക്ക് പോകുന്നതിനെയാണ് ക്ലൈംബിംഗ് ദ കോർപ്പറേറ്റ് ലാഡർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പല സെൻറ്റൻസസിലും ഉപയോഗിക്കാവുന്നതാണ്. ഷി ബിക്കേം എ ഡയറക്ടർ അറ്റ് ദി ഏജ് ഓഫ് 30 ആൻഡ് ഷി ക്ലൈംബ് ദ കോർപ്പറേറ്റ് ലാഡർ ക്വിക്ക്ലി. അവൾ 30 വയസ്സിൽ ഡയറക്ടറായി. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലാഡർ അവൾ വളരെ പെട്ടെന്നാണ് കയറിയത്. ഹീ ഈസ് കണ്ടൻറ്റ് വിത്ത് ഹിസ് കറൻറ്റ് റോൾ ആൻഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലൈംബിംഗ് ദ കോർപ്പറേറ്റ് ലാഡർ. അവൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് അവന് അടുത്ത ലെവലിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. അടുത്തത് സ്റ്റീപ്പ് ലേണിംഗ് കർവ്. പുതിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്ത് അത് ജോലിയിൽ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ പറയാൻ നമുക്ക് സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്ന പ്രയോഗം ഉപയോഗിക്കാം. ഈ രണ്ട് ഗ്രാഫ് നോക്കിയാൽ ഇതിൽ ആദ്യത്തേതിൽ ലേണിംഗ് സംഭവിക്കുന്നത് എഗൻസ്റ്റ് ടൈം. ലേണിംഗ് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ ആ ഗ്രാഫ് വളരെ സ്റ്റീപ്പായിട്ടാണ് കാണുന്നത്. അതേപോലെ രണ്ടാമത്തേത് നോക്കിയാൽ എഗൻസ്റ്റ് ടൈം ലേണിംഗ് വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് വളരെ പെട്ടെന്ന് പഠിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ഹി ഹാഡ് എ സ്റ്റീപ്പ് ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ അവൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് അത് ജോലിയിൽ അപ്ലൈ ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ടേക്സ് എ സ്റ്റീപ്പ് ലേണിംഗ് കർവ് ടു വർക്ക് ഓൺ ദാറ്റ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്തേ പറ്റുകയുള്ളൂ. അടുത്തത് പുട്ട് സമൺ ഓൺ ദ സ്പോട്ട്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാളോടൊരു വളരെ പ്രയാസകരമായ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യുന്ന സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പുട്ട് സമൺ ഓൺ ദ സ്പോട്ട് എന്ന ശൈലി ഉപയോഗിക്കാവുന്നതാണ്. മൈ മാനേജർ പുട്ട് മീ ഓൺ ദ സ്പോട്ട് ടുഡേ ഡ്യൂറിങ് ദ മീറ്റിംഗ് ആൻഡ് ആസ്ക് മീ ഫോർ ദ ക്വാർട്ടർലി ഫോർകാസ്റ്റ്. അതായത് മാനേജർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീറ്റിങ്ങിൽ വെച്ച് എന്നോട് ക്വാർട്ടർലി ഫോർകാസ്റ്റിനെ പറ്റി ചോദിച്ചു. അപ്പോൾ ഇത് സത്യത്തിലൊരു വളരെ ഓക്വേർഡ് സിറ്റുവേഷനാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളെ കൊണ്ടിടുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടിടുകയോ ചെയ്യുന്നതിനെ പറയാൻ നിങ്ങൾക്ക് പുട്ട് സമൺ ഓൺ ദ സ്പോട്ട്, പുട്ട് മീ ഓൺ ദ സ്പോട്ട്, പുട്ട് ഹിം ഓൺ ദ സ്പോട്ട്, ഇങ്ങനെ നമുക്ക് പ്രയോഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ത്രോൺ ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ്. ഒരു സ്വിമ്മിംഗ് പൂൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു സൈഡിൽ എപ്പോഴും ആഴം കുറവായിരിക്കും. പിന്നെ പതിയെ ആഴം കൂടി മറ്റേ സൈഡിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്തത്ര ആഴമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നീന്തൽ പഠിക്കുമ്പോൾ സാധാരണ ആഴം കുറഞ്ഞ സൈഡിലാണ് പഠിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഡീപ്പ് എൻഡിലേക്ക് നീന്താൻ തുടങ്ങുന്നത്. അതേസമയം നിങ്ങളെ ഒരാൾ പെട്ടെന്ന് ഡീപ്പ് എൻഡിലേക്ക് തള്ളിയിട്ടാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് അല്പസ്വല്പം നീന്തലൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. യാതൊരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുങ്ങിച്ചാവും. ഈ ഒരു സിറ്റുവേഷൻ കോർപ്പറേറ്റ് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ് ത്രോൺ ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ്. നിങ്ങൾക്ക് യാതൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ഒന്നുമില്ലാതെ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു സിറ്റുവേഷനെ പറയാൻ ഐ വാസ് ത്രോൺ ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ് വിതൗട്ട് എനി ട്രെയിനിങ് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ധാരണയുമില്ലാത്ത ഒരു ജോലിക്ക് നിങ്ങളെ ഇടുമ്പോഴാണ് ത്രോൺ ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ് എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഹവ് നെവർ വർക്ക്ഡ് ഇൻ സെയിൽസ് ബിഫോർ ബട്ട് മൈ ബോസ് ത്രൂ മീ ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ സെയിൽസിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ബോസ് എന്നെ ഫോഴ്സ് ചെയ്ത് അതിലേക്ക് എടുത്തിട്ടു. ഡോണ്ട് ജമ്പ് ഇൻ അറ്റ് ദ ഡീപ്പ് എൻഡ് വിതൗട്ട് തിങ്കിങ് തിങ്സ് ത്രൂ. നിങ്ങൾ കാര്യങ്ങളെപ്പറ്റി വിശദമായി പഠിക്കാതെ ഒരിക്കലും എടുത്ത് ചാടി ഓരോന്ന് ചെയ്യരുത്. അടുത്തത് കോൾ ഇറ്റ് എ ഡേ. ഇന്നത്തേക്കിനി യാതൊരു പണിയും ചെയ്യാൻ പറ്റില്ല, ബാക്കി നമുക്ക് നാളെ ചെയ്യാം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കോൾ ഇറ്റ് എ ഡേ എന്ന പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വി ഹാവ് ഡൺ ഇനഫ് ടുഡേ, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് ചെയ്തു,
ഇനി നമുക്ക് ബാക്കി നാളെ ചെയ്യാം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റായി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായ സിറ്റുവേഷൻസിൽ ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.